ഹായ് ഫ്രണ്ട്സ്, സദാം കുക്കിഷിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഐറ്റം കൂർക്കയാണ്. കൂർക്ക എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ മെഴുക്ക് വരട്ടാം. എല്ലാവർക്കും കൂർക്ക ക്ലീൻ ചെയ്യാൻ അറിയാം, പക്ഷേ പുതിയ തലമുറക്ക് കൂർക്ക ക്ലീൻ ചെയ്യാൻ ഒട്ടും അറിയില്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിക്ക് നോക്കുക. നമ്മളിപ്പോൾ 1 കിലോ കൂർക്ക എടുത്തേക്കണത്, ഒരു ചണച്ചാക്കിൻ്റെ പീസ് എടുക്കുക, അതിൽ നടുക്കിലോട്ട് ഇടുക. അല്ലെങ്കിൽ പഴയ തുണിയാ, ബനിയൻ തുണിയാ, പഴയ തുണി എന്തെങ്കിലും കളയാൻ പറ്റിയ തുണി ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് കൂർക്ക ഇടുക. എന്നിട്ട് 4 മൂലക്കിലും പിടിച്ച് മടക്കുക. ഇത് ക്ലീൻ ചെയ്താൽ പിന്നെ ഈ ചാക്ക് മേലൊക്കെ കറിയാവും, തുണിമേലൊക്കെ കറിയാവും, അപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നിട്ട് ഈ ചാക്ക് എടുത്തിട്ട് കണ്ട ഇതിങ്ങനെ 3 അടി അടിക്കാം. ഇങ്ങനെ തിരുമ്മ വേണ്ട, 2 തിരുമ്മ ഇങ്ങനെ തിരുമ്മ, ഇങ്ങനെ അടിക്കുക. തലങ്ങമ്മിൽ ഇങ്ങനെ അടിക്കുക. ഭയങ്കര ഫോഴ്സിൽ അടിക്കരുത്, ഒരു മിനിമം. ഇടയ്ക്ക് ഇങ്ങനെ തിരുമ്മ വേണ്ട, എന്നിട്ട് തുറന്ന് നോക്കുക. കണ്ട കുറുക്ക നോക്കുക, കണ്ട ഒരു 80% ക്ലീൻ ആയിട്ടുണ്ട്. കണ്ട 80% ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലിട്ട് ഒന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ ക്ലീൻ ആവും. പിന്നെ ടച്ചപ്പ് ചെയ്താൽ മതി. ഒന്ന് ഇത് ഞാൻ വാരി ഒരു പാത്രത്തിലോട്ട് ഇടുക. എന്തോരം മണ്ണെന്ന് നോക്കിയതിൻ്റെ ഇത് തൊലിയൊക്കെ പോയി, 80% തൊലി ഇപ്പോൾ പോയി കഴിഞ്ഞു. കണ്ടോ, ഇതിൻ്റെ തൊലിയും അഴുക്കൊക്കെയാണ് ഈ കാണുന്നത്. പക്ഷേ തുണിയാണെങ്കിൽ ഈ തുണി പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇതിൻ്റെ കംപ്ലീറ്റ് കറ പോകില്ല. അപ്പോൾ അതെ കൈ കൊണ്ട് തിരമ്മിക്കഴിഞ്ഞാൽ അങ്ങനെ പോകും. കണ്ട ഇത് കണ്ട, ഇത് പോയിട്ടില്ല. കണ്ട ഇതിങ്ങനെ കൈ കൊണ്ടായി കഴിഞ്ഞാൽ അത് പോയി. കണ്ട എളുപ്പമാണ് കൂർക്ക നാക്കാനായിട്ട്. ഇപ്പോൾ 90% അഴുക്ക് പോയി കഴിഞ്ഞ്. ഇനി നമ്മൾ ചെറിയൊരു കത്തി എടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് ഇതിൻ്റെ നാരൊക്കെ ഒന്ന് മുറിച്ച് കളയണം. കണ്ട ഇനി അരിയാണ് ചെറുതാക്കണം. ഇതിങ്ങനെ ചെറുതാക്കി ഇങ്ങനെ മാറ്റി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് മാറ്റുക. കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ നന്നാക്കാൻ മടിയാണ്. പക്ഷേ 5 മിനിറ്റാണ് ഈ കൂർക്ക നന്നാക്കി എടുക്കാം. ചെറിയ കൂർക്കയാണ് നല്ലത്, കഴിക്കാൻ ടേസ്റ്റ്. ആ ചാക്കിലിട്ട് അടിച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ 90% പോവും. പിന്നെ ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. കണ്ട ഇതെല്ലാം നല്ല ഭംഗിയായി നോക്കി. നമ്മുടെ കൂർക്ക ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ കൂർക്ക ക്ലീൻ ചെയ്ത് എല്ലാവരും കണ്ടല്ലോ. കൂർക്ക ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടാൻ വേണ്ടിയാണ്. അതിന് ഞാൻ കൂർക്കയിൽ കരിക്കിടുന്നുണ്ട്, ചെമ്മീനിടുന്നുണ്ട്. വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെമ്മീനിടണ്ട, ചെമ്മീൻ ഇല്ലാണ്ട് ട്രൈ ചെയ്താൽ മതി. ചെമ്മീൻ ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് ഇടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കരിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കരിക്കും ചെമ്മീനും കൂർക്കയും കൂടെ ഒരു സെയിം കറ്റ. ചെമ്മീൻ ക്ലീൻ ചെയ്ത് അതിന് നാരെ കളഞ്ഞാണ്. ഒരു 5-6 ചെമ്മീനുണ്ട്, 5-10 ചെമ്മീനുണ്ട്. അത് കൂർക്കയിലോട്ട് ആഡ് ചെയ്യാം. ഇത് കരിക്കാണ്. കരിക്ക് അരിഞ്ഞ് കൂർക്കയിലോട്ട് മിക്സ് ചെയ്യാം. കരിക്ക് ആഡ് ചെയ്യാം. ചെമ്മീൻ കരിക്ക് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ആവശ്യത്തിന് ഉപ്പ് കൂടിപ്പോകരുത്, നോക്കിയിടണം. ഒരു കഷ്ണം വേപ്പിലിടുക. സ്വല്പം വെള്ളം ഒഴിക്കുക. ഇത് വേഗം ഒരു സ്റ്റീമുള്ള വെള്ളം ഉണ്ടോ. ഇതിൻ്റെ സ്റ്റീം വരുന്നതിന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഴുക്ക് വരട്ടാനുള്ള കൂട്ട് തയ്യാറാക്കാം. അതായത് ഉള്ളിയും ഇടിച്ച മുളകും കൂടെ ഇടിച്ചിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയാണ്, മുറിക്കുക. എന്നിട്ട് ചതക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഉള്ളിയും കൂടെ ഇടിക്കല്ലിടുക. ആദ്യം ഒന്ന് ഉടച്ചെടുക്കുക. ഉള്ളി ഒരു ഇതും ഇടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഇടിച്ച മുളക്, എരിവ് വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ മുളക് ഇടണം, അല്ലെങ്കിൽ മുളക് നോക്കിയിട്ട് ഇടണം. ഇടിച്ച മുളകില്ലേ, അത് ഉള്ളിയും കൂടെ നല്ല മിക്സാണ്. അപ്പോൾ ഇത് ഒരു ഒറ്റ സ്റ്റീം മതി. അധികം സ്റ്റീം ആയി കഴിഞ്ഞാൽ വെന്ത് പോവും, പൊടിഞ്ഞു പോവും. അപ്പോൾ ഒരു സ്റ്റീം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മെഴുക്ക് വരട്ടാനുള്ള ഇടിച്ച മുളകും മറ്റേ ഉള്ളിയും എല്ലാം കൂടി ഇടിച്ചതുണ്ട്. അത് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം. ചട്ടി വെക്കുക. നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. 2 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഈ കല്ലിലിട്ട് ഇടിച്ച ഉള്ളിയും ഇടിച്ച മുളകും കൂടെ ശരിക്കൊന്നും പൊരിയണം.
ഇതിൽ വേപ്പലയും കൂടി ഇടാം. ഇതിൽ വേപ്പല, ഇടിച്ച മുളകും ഉള്ളിയും ആ ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ രുചി ഭയങ്കരമാണ്. കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഉള്ളിയും ഇടിച്ച മുളകും എല്ലാം കൂടെ നല്ല മൊരിയ വന്നുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തിട്ട് മെഴുക്ക് വരട്ടിയെടുക്കാം. ഈ വെള്ളമൊക്കെ വറ്റി വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ വറ്റി നല്ല കൂർക്ക നല്ല ടേസ്റ്റാവും. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള വെള്ളം ഉടക്കിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ നമുക്ക് ഇതിനകത്തിപ്പോൾ മുളക് ഇടിച്ച മുളകൊക്കെ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം വറ്റി ഒന്ന് ഇതാകുമ്പോൾ ഒന്ന് ചുരുങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റായി. ഇപ്പോൾ അതേ വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ആ വെള്ളം കളഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. കണ്ട, അതിൻ്റെ വെള്ളം വറ്റി വന്നു കഴിയുമ്പോൾ കൂർക്ക നല്ല ടേസ്റ്റായിട്ട് വരും. ആ ഇടിച്ച മുളകിൻ്റെ രുചിയും ഉള്ളിയുടെ രുചി എല്ലാം അതെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കൂർക്ക അടിപൊളിയായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തിരി കാശ്മീരി മുളക് പൊടി ഇങ്ങനെ തൂവിയിട്ട് കഴിഞ്ഞാൽ ഇത്തിരി കളർ കിട്ടും. ഇതിനകത്ത് ചെമ്മീനിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇത് വെജിറ്റേറിയനായി, ചെമ്മീനിട്ടാൽ നോൺ വെജായി. ചെമ്മീനിടാണ്ട് ഇങ്ങനെയാണ് ചെമ്മീനിടാണ്ട് ചെയ്യാം. ചെമ്മീൻ ടേസ്റ്റിന് കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതേ കൂർക്കയുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി അടപ്പ് ഓഫ് ചെയ്യാം. അടപ്പ് ഓഫ് ചെയ്ത്, അതായത് നമ്മൾ കൂർക്കയും കരിക്കും ചെമ്മീനോട് വേവിച്ചു. ആ ചെമ്മീൻ്റെ ടേസ്റ്റൊക്കെ കൂർക്കിലും കരിക്കിലൊക്കെ പിടിക്കും. എന്നിട്ട് ഇടിച്ച മുളകും ഉള്ളിയും കൂടെ ചതക്കും. കല്ലിലിട്ട് ചതച്ചിട്ട് ഇത്തിരി ഇഞ്ചിയും കൂടി ഇട്ട് ചതക്കും. ചതച്ച് അത് വെന്ത് നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. ആ വെള്ളം ഇതിൽ കിടന്ന് വറ്റണം. ആ വെള്ളം വറ്റി കഴിയുമ്പോൾ കൂർക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ ഒരു ചോറ് സ്വല്പം കൂടുതൽ കഴിക്കും. എത്ര കഴിക്കുമെന്ന് ഞാൻ പറയില്ല, എന്നാലും നല്ല രുചിയാണ്. ഞാനിന്നലെ രുചിച്ച് നോക്കട്ടെ. വാ, സൂപ്പർ. ആ കൂർക്കയുടെ രുചി, നാടൻ കൂർക്കയാണേ, കൂർക്കയുടെ രുചിയും എല്ലാം കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ അമർത്തണമെങ്കിൽ എൻ്റെ വീഡിയോ ചാനലെല്ലാം നിങ്ങൾക്ക് കിട്ടും കറക്റ്റായിട്ട്. ഇടയ്ക്ക് സൗകര്യമുള്ളപ്പോൾ കണ്ടാൽ മതി. ഇഷ്ടംപോലെ ഐറ്റംസ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. ആ ബെല്ലൈക്കൺ അമർത്തിയാൽ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി. എല്ലാവരും രുചിച്ച് നോക്കിയോ കഴിച്ചു നോക്കിയോ എനിക്കറിയില്ല. അടുത്ത തവണയായിട്ട് ഞാൻ വീണ്ടും വരാം. ബൈ.